നമ്മെ അഭിമുഖീകരിക്കുന്നത് പ്രമുഖ ചിന്തകനും പണ്ഡിതനുമായ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിനില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. സൗഹൃദത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ സംബന്ധിച്ച ഒരു സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സൗഹൃദം എന്ന വിഷയം ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് വിലയിരുത്തപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പല അർത്ഥതലങ്ങളും സൗഹൃദം എന്ന വാക്കിന് കൽപ്പിക്കപ്പെടുന്നൊരു കാലമാണിത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു പുതിയ വ്യവസായശാല തുടങ്ങുകയാണെങ്കിൽ അത് പരിസ്ഥിതി സൗഹൃദമുള്ളതാകണം. പരിസ്ഥിതിയുമായി സൗഹൃദ ബന്ധം പുലർത്താത്ത, പരിസ്ഥിതിയുമായി ഏറ്റുമുട്ടുന്ന, പരിസ്ഥിതിക്ക് ക്ഷീണമുണ്ടാക്കുന്ന, പോറലേൽപ്പിക്കുന്ന ഒരു വ്യവസായം വേണ്ട എന്ന കാര്യം ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുകയാണ്. ഒരു ഉദാഹരണമായിട്ട്, അതുപോലെ ഒരു നഗരം ഉണ്ടാവുകയാണെങ്കിൽ, നഗരവൽക്കരണം, അർബണൈസേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതി സൗഹൃദമുള്ള രൂപത്തിലാവണം. അല്ലാത്ത രൂപത്തിൽ നഗരങ്ങൾ പടർന്ന് പന്തലിച്ചാൽ പല അപകടങ്ങളും ഉണ്ടാകും എന്ന കാര്യം ഇപ്പോൾ ചെന്നൈയിലെ പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തപ്പെടുകയുണ്ടായി. അതുപോലെ ഒരു മരുന്നിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ, പനി മാറുന്ന മരുന്നാണെങ്കിൽ പോലും അതിന് ആമാശയത്തോട് സൗഹൃദമുണ്ടാകണം, കരളിനോട് സൗഹൃദമുണ്ടാകണം, കിഡ്നിയോട് സൗഹൃദമുണ്ടാകണം. അല്ലാത്ത മരുന്നാണെങ്കിൽ എന്തൊക്കെ ഫലമുണ്ട് എന്ന് പറഞ്ഞാലും അതങ്ങനെ അവലംബിക്കാവുന്നതല്ല എന്നൊരു വീക്ഷാഗതി ആരോഗ്യരംഗത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ, ആൻറ്റിബയോട്ടിക്, ജൈവവിരുദ്ധം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. ആൻറ്റിബയോട്ടിക് എന്ന പേരിൽ അറിയപ്പെടുന്ന മരുന്നുകളാണ് ചികിത്സാ രംഗത്ത് ഇപ്പോൾ വ്യാപകമായിട്ടുള്ളത്. അതിന് പകരം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജൈവാനുകൂലമായ, ജൈവഘടനയോട് സൗഹൃദമുള്ള മരുന്നുകൾ ഉപയോഗിച്ചാണ് യഥാർത്ഥ ചികിത്സ നടത്തേണ്ടത് എന്ന കാഴ്ചപ്പാട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്ലിനെസ്, സൗഹൃദം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും വേണം. ഏത് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നിടത്തും, ഏത് വികസനം നടക്കുന്നിടത്തും, ഏത് തരത്തിലുള്ള മാനവികമോ സാമൂഹികമോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമോ എന്തൊക്കെയായ കാര്യങ്ങളാണെങ്കിലും ഒക്കെയും ഏതെങ്കിലും തരത്തിൽ സൗഹൃദം പുലർത്തുന്നതാകണം. എന്നാൽ രാഷ്ട്രീയവും മതവും അങ്ങനെ ആകേണ്ടതില്ല എന്ന ഒരു ധാരണ നിർഭാഗ്യവശാൽ പല ആളുകളിലും കയറിക്കൂടിയിട്ടുണ്ട്. ഒരു ഉറച്ച മതപ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു മതപ്രതിബദ്ധതയുള്ള വ്യക്തിയോ ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇതരരോട് സൗഹൃദം പുലർത്തുന്ന ആളാകുന്നത് കാപട്യമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയുള്ള സൗഹൃദവും സമാധാനവും ഒന്നും ഇല്ല. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കാത്ത സകല ആളുകൾക്കും എതിരിലുള്ള അന്തിമമായ നിലപാടാണ് എന്ന് വിലയിരുത്തുന്ന പല ആളുകളുമുണ്ട്. ഈ ആശയം സമർത്ഥിക്കാൻ വേണ്ടി ഖുർആനിലെ പല ആയത്തുകളും മൻസൂഖാണെന്ന് പറയുന്നവരുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ലാ ഇക്രാഹ ഫിദ്ദീൻ
മതത്തിൽ നിർബന്ധം ചെലുത്തുക എന്ന കാര്യമേ പാടില്ല. മതം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാനേ പാടില്ല എന്നത് ഖുർആനിലെ വളരെ പ്രശസ്തമായൊരു വാക്യമാണ്. എന്നാൽ ആയത്തു സൈഫ് വന്നതോടുകൂടി, എന്ന് പറഞ്ഞാൽ വാളെടുത്ത് പോരാടാനുള്ള കൽപ്പന വന്നതോടുകൂടി ഈ ആയത്ത് മൻസൂഖായി കഴിഞ്ഞു. ഈ ആയത്ത് ദുർബലമാക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ആ ആയത്തിന് പ്രാമാണികതയില്ല എന്ന് എഴുതി വച്ചവരും പറയുന്നവരൊക്കെ ഉണ്ട്. അതുപോലെ രാഷ്ട്രീയ രംഗത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലപാട് അത് ശരിയാണെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഏത് തരത്തിലും വേണമെങ്കിൽ നേരിടാവുന്നതാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിനു വേണ്ടി നമുക്ക് അക്രമം സ്വീകരിക്കാം. അതുപോലെ തന്നെ ശത്രുത വളർത്തുകയാണെങ്കിൽ ശത്രുത വളർത്താം, വൈരാഗ്യം വളർത്തുകയാണെങ്കിൽ വളർത്താം. മനുഷ്യത്വ വിരുദ്ധമായ ഏത് മാർഗവും വേണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം സഫലമാകാൻ വേണ്ടി സ്വീകരിക്കാം എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഈ മനുഷ്യ സൗഹൃദം ഉണ്ടാവേണ്ടതില്ല. സിദ്ധാന്തവാശി, ആദർശവാശി, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നിർണായകമായിട്ടുള്ളത്. അതിനപ്പുറം സൗഹൃദം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല, സമാധാനം എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. അതൊക്കെ പറഞ്ഞു നടക്കുന്നവർ ഒന്നുകിൽ ക്ഷമാപണ ശൈലിയിൽ സംസാരിക്കുന്നവരോ അതല്ല എന്നുണ്ടെങ്കിൽ കാപട്യവും പ്രകടനപരതയുമൊക്കെ നിലപാടായി സ്വീകരിച്ചവരുമൊക്കെയാണ് എന്ന ഒരു സമീപനം നമ്മുടെ കാലത്തെ രാഷ്ട്രീയത്തിലും മതത്തിലുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ, സഹാബികളുടെ ചരിത്രത്തിൽ ബദർ, ഉഹദ് തുടങ്ങിയ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധവിരാമത്തിനു വേണ്ടി, യുദ്ധമില്ലാത്ത ഒരു സമാധാനം പുലരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഹുദൈബിയയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും സഖ്യത്തിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. മക്ക വിജയത്തിൻ്റെ സന്ദർഭത്തിൽ അന്ന് പലരും പറഞ്ഞു, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ പോലും പറഞ്ഞു, അൽ യൗമുൽ മൽഹമ, ഇന്നാണ് പകവീട്ടലിൻ്റെ ദിവസം, ചോരചിന്തലിൻ്റെ ദിവസം എന്ന് പറഞ്ഞു. കാരണം മക്കയിൽ പൂർണ്ണമായ അധികാരത്തോടെ, അജയ്യമായ ശക്തിയോടെ, അനിഷേധ്യമായ അംഗീകാരത്തോടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരിക്കുകയാണ് ഫത്ഹ് മക്കയുടെ സന്ദർഭത്തിൽ. തീർച്ചയായും അബൂജഹലിൻ്റെ താവഴിയിലുള്ളവർക്കെതിരിൽ, അതുപോലെ അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ ലൈനിലുമുള്ളവർക്കെതിരിലൊക്കെ പകവീട്ടലിനുള്ള ഒരു പ്രയാസവുമില്ലാത്ത സന്ദർഭമാണ്. മുസ്ലിങ്ങളിൽ പലരും തീർച്ചയായും പലർക്കും എതിരിൽ പ്രതികാരം സ്വീകരിക്കാൻ റസൂൽ കൽപ്പിക്കുമെന്ന് വിചാരിച്ച ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ യൗമുൽ മർഹമ എന്നാണ്. ഈ ദിവസം കാരുണ്യത്തിൻ്റെ ദിവസമാണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നാം എപ്പോഴും പാരായണം ചെയ്യുന്നത്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടാണ് ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പരമകാരുണികനായ പടച്ചതമ്പുരാൻ്റെ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ പുലരണം. അത് മറ്റുള്ളവരോട്, ഇന്നലെ വരെ ശത്രുക്കളായിരുന്നവരാണെങ്കിലും ശരി, മറ്റുള്ള എല്ലാ ആളുകളോടുമുള്ള നമ്മുടെ സമീപനത്തിൽ ആ കാരുണ്യം പുലരണം. ഇന്ന് പകവീട്ടലിൻ്റെ ദിവസമല്ല, അൽ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാകുന്നു. എല്ലാവരോടും, ശത്രുത കാണിച്ചവരോടും, അക്രമം ചെയ്തവരോടും, പീഡിപ്പിച്ചവരോടും എല്ലാവരോടും കരുണ കാണിക്കുന്ന വിശാലമായ കാരുണ്യത്തിൻ്റെ ദിവസമാകുന്നു ഇന്ന് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്കയുടെ ദിവസത്തിൽ പ്രഖ്യാപിച്ചത്. പല ആളുകളും പറയാറുണ്ട്, അന്തിമമായ ഇസ്ലാമിൻ്റെ വിധി നീക്കുപോക്കില്ലാത്ത പോരാട്ടത്തിൻ്റെ വിധിയാണെന്ന് പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതത്തിൽ നിർബന്ധം ചെലുത്താനേ പാടില്ല എന്ന് പറഞ്ഞത് പിൽക്കാലത്ത് യുദ്ധം ചെയ്യാൻ കൽപ്പിക്കുന്ന ആയത്തുകൾ വന്നതോടുകൂടി മൻസൂഖായിപ്പോയി, അത് ദുർബലമാക്കപ്പെട്ടു പോയി എന്ന് പറയുന്ന ആളുകൾ അവർ
അവസാന കാലഘട്ടത്തിലെ ചില ആയത്തുകളാണ് ചൂണ്ടിക്കാണിക്കാറുള്ളത്. പ്രത്യേകിച്ച് സൂറത്ത് തൗബയിൽ 29-ാമത്തെ ആയത്ത്, അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാത്ത എല്ലാവരോടും നിങ്ങൾ പോരാടിക്കൊള്ളുക എന്ന് പ്രഖ്യാപിക്കുന്ന ഒരായത്തുണ്ട്. ആ ആയത്തിൻ്റെ പശ്ചാത്തലം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെയുള്ളത് എനിക്കിപ്പോൾ ഈ സമയത്ത്, പരിമിതമായ സമയത്ത് വിശദീകരിക്കാൻ കഴിയില്ല. എന്തായിരുന്നാലും ആ ആയത്ത് അവതരിച്ചതിൻ്റെ ശേഷവും, ഈ സൂറത്ത് തൗബയിൽ 29-ാമത്തെ ആയത്ത് അവതരിച്ചതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്ക് പൂർണ്ണമായും മാപ്പ് നൽകുകയും അവരോട് ഉദാരമായ കാരുണ്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്ര വസ്തുതയാണ്. ഇന്ന് ഇവിടെ ജിഹാദിൻ്റെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പല പുസ്തകങ്ങളിലും 3 തരത്തിലാണ് ജിഹാദിനെ പറ്റി പറയുന്നത്. ഒന്ന്, വാളെടുക്കരുത്, എന്തൊക്കെ പീഡനമുണ്ടായിരുന്നാലും പൂർണ്ണമായ ക്ഷമ സ്വീകരിക്കണം എന്ന് സത്യവിശ്വാസികൾ കൽപ്പിക്കപ്പെട്ട, കുഫു ഐദിയക്കും, നിങ്ങളുടെ കൈകൾ അടക്കി വെക്കണം എന്ന് കൽപ്പിക്കപ്പെട്ട ഘട്ടം. അതിനുശേഷം അന്യായമായ അക്രമത്തിന് ഇരയാകുന്ന ആളുകൾക്ക് പോരാടാൻ അനുവാദം നൽകപ്പെട്ടതായിട്ടുള്ള ഉദീന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു എന്ന് പറയുന്ന അന്യായമായ യുദ്ധത്തിന് ഇരയായ ആളുകൾക്ക് ചെറുത്തുനിൽപ്പിന്, പ്രതിരോധത്തിന് വേണ്ടി പോരാടാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂറത്തുൽ ഹജ്ജിലായത്ത്. അത് അവതരിപ്പിക്കപ്പെട്ടു. അതിനുശേഷം നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ ആരായിരുന്നാലും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ആ തശ്രീഉൽ മർഹലി എന്ന് പറയും, ഘട്ടം ഘട്ടമായിട്ടുള്ള മതവിധി നൽകൽ, ഘട്ടം ഘട്ടമായുള്ള നിയമനിർമ്മാണം ഈ വിഷയത്തിൽ വന്നു. എന്നാൽ അതിൻ്റെ അവസാനത്തേത് ഏതൊരാളോടും നീ ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറയുകയും അതിനയാൾ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ നിനക്കെതിരിൽ ഞങ്ങളിതാ ജിഹാദ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യണം എന്നാണ് പല ആളുകളും എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. ആധുനിക കാലത്തെ ചില ഗ്രന്ഥകർത്താക്കളും ഇങ്ങനെ എഴുതി വെച്ച കൂട്ടത്തിലുണ്ട്. എന്താണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമായി യോജിക്കുന്നൊരു കാര്യമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥ ഫത്ഹ്, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഫത്ഹ്, അത് ഫത്ഹ് മക്കയല്ല, അതിനു മുമ്പ് നടന്ന ഹുദൈബിയ സന്ധിയാണ്. മക്കയിലുണ്ടായ നിർണായകമായ വിജയമല്ല യഥാർത്ഥമായ ഫത്ഹ്. ഖുർആനിലും അങ്ങനെ തന്നെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ യഥാർത്ഥമായ ഫത്ഹായിട്ട് ഞങ്ങൾ കണക്കാക്കിയിരുന്നത് ഹുദൈബിയ സന്ധിയെയാണ്. സഹാബികൾക്കാർക്കും ഇഷ്ടമില്ലാതിരുന്ന സന്ധി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ധിയിൽ ഒപ്പിട്ടതുകൊണ്ട് സഹാബികളെ സ്വീകരിക്കാൻ നിർബന്ധിതരായി. ഉമർ ഇബ്നു ഖത്താബിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ വളരെ വിമ്മിഷ്ടമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. അങ്ങനെയുള്ള ആ ഹുദൈബിയ സന്ധിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വിജയം എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞതായി സഹീഹായി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ നിർണായകം സമാധാനം തന്നെയാണ്, യുദ്ധമല്ല. സമാധാനത്തിന് വേണ്ടി, സമാധാനപൂർവമായ ജീവിതത്തിന് വേണ്ടി, സമാധാനപൂർണമായ പ്രബോധനത്തിന് വേണ്ടി അനിവാര്യമായി തീർന്നാൽ യുദ്ധത്തിൻ്റെ മാർഗം സ്വീകരിക്കണം എന്നല്ലാതെ ആത്യന്തികമായ ലക്ഷ്യം ജിഹാദാണെന്നോ അല്ലെങ്കിൽ അതിപ്രധാനമായത് ജിഹാദാണ് എന്നോ അല്ല ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമി ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അപ്പോൾ സമാധാനം ആണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാമല്ലോ, ഇസ്ലാമിലെ ഏറ്റവും നിർണായകമായ 2 വാക്കുകൾ, ഒന്ന് ഇസ്ലാം എന്നത്, മറ്റൊന്ന് ഈമാൻ എന്നത്. ഈമാൻ എന്ന പദം അമ്ന് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ്. സുരക്ഷ, നിർഭയത്വം എന്നൊക്കെ അർത്ഥമുള്ള അമ്ന് എന്ന പദവുമായി ബന്ധപ്പെട്ടതാണ് ഈമാൻ എന്ന അറബി പദം. സൽമ് അല്ലെങ്കിൽ സിൽമ്, സലാമ് എന്നൊക്കെ ഉള്ള സമാധാനം എന്നർത്ഥമുള്ള ശബ്ദധാതുവുമായി ബന്ധപ്പെട്ടതാണ് ഇസ്ലാം എന്ന വാക്ക്. ഇസ്ലാമിലെ മാനുഷിക ബന്ധം വിളക്കി ചേർക്കുന്നത് അസ്സലാമു അലൈക്കും എന്ന വാക്കിലൂടെയാണ്. നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രം സലാം പറയുക എന്നല്ല. നിങ്ങൾക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയണം. എല്ലാവർക്കും സമാധാനം ആശംസിക്കണം. എല്ലാവർക്കും ശാന്തിയുടെ വഴിയാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.
അശാന്തിയുടെ, സംഘർഷത്തിൻ്റെ, കാലുഷ്യത്തിൻ്റെ മാർഗമല്ല എന്ന് വ്യക്തമായി പഠിപ്പിക്കാനാണ് അറിയുന്നവരും അറിയാത്തവരുമായ, പരിചിതരും അപരിചിതരുമായ എല്ലാ ആളുകൾക്കും നിങ്ങൾ സലാം ആശംസിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്നാണ്. അൽ ജിഹാദു അലൈക്കും എന്നല്ല, അൽ ഖിതാലു അലൈക്കും എന്നല്ല, അൽ ഇർഹാബു അലൈക്കും എന്നുമല്ല ഇസ്ലാമിൽ പറയാനുള്ളത്. ഒരു മുസൽമാൻ്റെ മുദ്രാവാക്യം അതാണ്. പിന്നെ ഇതിന് അപ്പുറത്ത് ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇസ്ലാം, ഈമാൻ എന്നീ രണ്ട് പദങ്ങൾ കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമുണ്ട്. അത് ഇഹ്സാൻ എന്ന പദമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും ഖുർആനിലും ഒക്കെ തന്നെ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇഹ്സാൻ. അള്ളാഹുവെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഖുർആനിൽ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കന്മാരോട് ഇഹ്സാൻ പുലർത്തണം എന്നാണ്. സൂറത്ത് നിസായിലെ ഒരായത്തിൽ, സൂറത്ത് നിസായിൽ 36-ാമത്തെ ആയത്തിൽ ഒരുപാട് ആളുകളോട് ഇഹ്സാൻ പുലർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാക്കീൻ വബിനിസ് സബീൽ, അതുപോലെ വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസാഹിബി ബിൽ ജംബി എന്നിങ്ങനെ ഒരുപാട് നമ്മുടെ സമൂഹം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ബന്ധുക്കൾ, അനാഥകൾ, അഗതികൾ, അയൽക്കാർ, അടുപ്പമുള്ള അയൽക്കാർ, അല്ലെങ്കിൽ ബന്ധുത്വമുള്ള അയൽക്കാർ, അല്ലാത്ത അയൽക്കാർ, നമ്മുടെ സഹപ്രവർത്തകർ, അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം ഇഹ്സാൻ പുലർത്തണം എന്ന് സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു കൽപ്പിക്കുന്നു. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വിചാരങ്ങളിൽ എല്ലാവർക്കും നന്മ വരുത്തണം എന്ന വിചാരമേ ഉണ്ടാകാവൂ. അഹ്സന എന്ന് പറഞ്ഞാൽ നന്മ വരുത്തി എന്നാണ്. മറ്റുള്ളവർക്ക് നന്മ വരുത്തണം, വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ. അതിനപ്പുറത്ത് ജീവജാലങ്ങൾക്കും സസ്യജാലങ്ങൾക്കും വരെ നന്മ വരുത്തണം. ഈ നന്മ വരുത്തണം എന്ന ചിന്ത മാത്രം മനസ്സിലുണ്ടാകണം. അതിനെതിരായി ദോഷം വരുത്തണം, അപകടം വരുത്തണം എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വാക്കുകളിൽ നന്മ വളർത്തുന്ന വാക്കുകളായിരിക്കണം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയോജനവും ഉപകാരവും ഉണ്ടാക്കുന്ന പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ മനസ്സാ വാചാ കർമ്മണ ഇഹ്സാൻ പുലർത്തുക. എല്ലാവർക്കും നമ്മുടെ ഭാഗത്തു നിന്ന് നന്മ നമ്മുടെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉറപ്പുവരുത്തുക. ഇതാണ് ഇഹ്സാൻ എന്ന് പറയുന്ന കാര്യം. ഈ ഇഹ്സാൻ എന്ന ആശയം ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയുള്ളൂ. അല്ലാതെ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയില്ല. എല്ലാവർക്കും ഞാൻ മുഖേന നന്മയുണ്ടാകണം എന്ന വിചാരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇഹ്സാനിൻ്റെ സ്വാധീനം ഉണ്ടാകണം. അങ്ങനെ ആയാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാവുകയുള്ളൂ. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഇഹ്സാനിൻ്റെ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാം ഇസ്ലാം എന്താണെന്ന് സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ട് റസൂലിനോട് സംവദിച്ച ഒരു പ്രസിദ്ധമായ ഹദീസുണ്ട്. അതിൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവെ നീ നേരിട്ട് കാണുന്നത് പോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങൾ മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ഏത് കാര്യം ചെയ്യുന്നതും ഇബാദത്തിൻ്റെ പരിധിയിൽ വരും. അള്ളാഹു വിലക്കിയിട്ടുള്ള ഏത് കാര്യം സ്വീകരിക്കുന്നതും അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ പരിധിയിൽ വരും. മറ്റുള്ളവർക്കുള്ള ഇബാദത്തിൻ്റെ നിർവചനത്തിൽ പെടുവല്ല എന്നുള്ള വേറെ വിഷയമാണ്, ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും അള്ളാഹുവെ നാം കാണുന്നുണ്ട് എന്ന പോലെ, നാം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്നതുപോലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നാം ജീവിക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നാം ചിന്തിക്കുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നാം സംസാരിക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത്. ആ ഒരു ധാരണയോട് കൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹുവോടുള്ള ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അതാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഈ പറയുന്ന ഇഹ്സാൻ എന്ന ആശയം അത് പൂർണ്ണമായും ഒരാൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക്
തീവ്രവാദത്തിൻ്റെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല, അയാൾക്ക് ഭീകരവാദത്തിൻ്റെ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. അയാൾ എല്ലാ മനുഷ്യരോടും ഗുണകാംക്ഷ പുലർത്തുന്ന ഇസ്ലാമിക പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ ഖുർആനിലെ 41-ാമത്തെ സൂറത്തിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. അതിന് മുമ്പത്തെ ഞാൻ ഓതാത്തൊരായത്തുണ്ട്. ആ ആയത്തിൽ പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഹുവ മൂമിനുൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളുടെ വാക്കിനേക്കാൾ നല്ല വേറൊരു വാക്ക് ആരുടേതാണ്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന ആളുടെ വാക്കിനേക്കാൾ നല്ല വേറൊരു വാക്കില്ല. ഈ ലോകത്ത് സംസാരിക്കാനുള്ള ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുടെ വാക്കാണ്. അവൻ യഥാർത്ഥ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ക്ഷണിക്കുന്നത്. ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്, അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അയാളുടെ നിലപാട് സ്വീകരിക്കേണ്ടത്. എന്നിട്ട് പറയുന്നത് വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തും, നല്ല കാര്യവും ചീത്ത കാര്യവും ഒരിക്കലും സമമാവുകയില്ല. നല്ല കാര്യത്തിന് ഈ ലോകത്തും പരലോകത്തും നല്ല ഫലമുണ്ടാകും, ചീത്ത കാര്യത്തിന് ഈ ലോകത്തും പരലോകത്തും ചീത്ത ഫലമേ ഉണ്ടാവുകയുള്ളൂ. സത്യവിശ്വാസി എപ്പോഴും ഹസനത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ദുനിയാവിൽ നല്ലത് തരയണമേ, ആഖിറത്തിലും നല്ലത് തരയണമേ. അങ്ങനെ ഈ ലോകത്തും പരലോകത്തും ഹസനത്ത് എന്നതായിരിക്കണം സത്യവിശ്വാസിയുടെ നിലപാട്. ഈ ഹസനത്ത് താൽക്കാലികമായി നിഷ്പ്രഭമായാലും അവഹേളിക്കപ്പെട്ടാലും പീഡിപ്പിക്കപ്പെട്ടാലും എന്താണെങ്കിലും ആ ഹസനത്തിന് അതിൻ്റെ മൂല്യമുണ്ട്. ഹസനത്ത് നിലനിൽക്കും. ഹസനത്ത് ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അംഗീകരിക്കപ്പെടും. ഹസനത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയില്ല. സയ്യിഅത്തിൻ്റെ ദോഷവശവും ഒരിക്കലും ഇല്ലാതെയാവുകയില്ല. ഖുർആനിൽ പറയുന്നുണ്ട് ലാ യുഅ്ജിബുക വലാ തുഅ്ജിബുക കസറത്തുൽ ഖബീസ്. ചീത്തക്കാര്യം എത്രമാത്രം പെരുകിയാലും നാട്ടിലാകെ തിന്മ വളർന്നാലും അതിൻ്റെ പേര് അത് നിന്നെ വിസ്മയിപ്പിക്കേണ്ടതില്ല. എന്തൊക്കെയായിരുന്നാലും നന്മയ്ക്ക് അതിനെ മറികടക്കാൻ കഴിയും, നന്മയ്ക്ക് തിന്മയെ അതിജയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഖുർആനിൽ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഹസനത്തും സയ്യിഅത്തും തുല്യമാവുകയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു. നീ പ്രതിരോധിക്കേണ്ടത് ഏറ്റവും നല്ലത് എന്താണോ അതുകൊണ്ടായിരിക്കണം. ഇപ്പോൾ എല്ലാവരും പ്രതിരോധത്തെ സംബന്ധിച്ചും ജിഹാദിനെ സംബന്ധിച്ചൊക്കെയാണല്ലോ പറയാറുള്ളത്. എന്നാൽ അള്ളാഹു പറയുന്ന ഇദ്ഫഅ, നീ തടുക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് ബില്ലത്തി ഹിയ അഹ്സനു, ഏറ്റവും നല്ലത് ഏതാണോ അത് മുഖേനയാണ്. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല വിചാരം, ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല പ്രവൃത്തി, അത് മുഖേനയാണ് നമ്മുടെ ഭാഗത്തെ നമ്മുടെ നേർക്ക് വരുന്ന തിന്മയെ നാം തടയേണ്ടതെന്നാണ്. ഒരാൾ നമ്മെ ശകാരിച്ചാൽ അല്ലെങ്കിൽ ദ്രോഹിച്ചാൽ അതിനെ നാം നേരിടേണ്ടത് ഏറ്റവും നല്ല സമീപനത്തോടെയാണ്. ഇത് ആരോട്? പല ആളുകളും പറയാറുണ്ട്, ഇതൊന്നും വെട്ടാൻ വരുന്ന പോത്തിനോട് വേദാന്തം ഓതണം എന്നുള്ളതിനുള്ള തെളിവല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ അക്രമം കൊണ്ട് എന്നെ നേരിടണം, പിന്നെ നമ്മെ ദ്രോഹിക്കുന്നവനെ ദ്രോഹം കൊണ്ട് തന്നെ നേരിടണം എന്നാണ് പല ആളുകളും. അതാണ് പ്രായോഗിക ബുദ്ധി എന്ന് പല ആളുകളും പറയാറുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് അത് പ്രായോഗിക ബുദ്ധിയല്ല എന്നാണ്. ഫൈദല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ കാന്നഹു വലിയുൻ ഹമീം. നിന്റെ നേർക്ക് തിന്മ വന്നാൽ ആ തിന്മയെ നന്മ കൊണ്ട് നീ നേരിടുകയാണെങ്കിൽ നിന്റെ ശത്രുവായിരുന്ന മനുഷ്യൻ നിന്റെ ഉറ്റ മിത്രമായിട്ട് മാറുന്ന കാഴ്ച നിനക്ക് കാണാം. അല്ലദീ ബൈനക വ ബൈനഹു അദാവത്തുൻ, നീയുമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ കാന്നഹു വലിയുൻ ഹമീം, നിന്റെ ഏറ്റവും അടുത്ത മിത്രത്തെ പോലെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത രക്ഷിതാവിനെ പോലെ ആയിട്ട് മാറുന്ന കാഴ്ച. വലിയനെ മിത്രം രക്ഷിതാവ് എന്ന് അർത്ഥമുണ്ട്. അങ്ങനെയുള്ള കാഴ്ച നിനക്ക് കാണാം. എന്നിട്ട് അള്ളാഹു പറയുന്നു വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു. ഈ നേട്ടം, ഏത് നേട്ടം? ഏറ്റവും മോശമായി പെരുമാറുന്നവനോട് നന്നായി അങ്ങോട്ട് പെരുമാറിയിട്ട് ഏറ്റവും മോശമായി ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നവന് നല്ല നിലക്കുള്ള ഉപകാരങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട്
അങ്ങനെ ശത്രുവെ മിത്രമാക്കി മാറ്റിയെടുക്കുക എന്നത് അതൊരു വലിയ നേട്ടമാണ്. ഒമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, ക്ഷമയുള്ള മനുഷ്യന്മാർക്കല്ലാതെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ക്ഷമാശാലികളെയാണ് ഇഷ്ടപ്പെടുക എന്ന് പല ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ക്ഷമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ നേട്ടം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഒമാ യുലഖാഹ ഇല്ലാ ദൂ ഹള്ളിൻ അളീം, മഹാഭാഗ്യമുള്ള മനുഷ്യനല്ലാതെ ഈ നേട്ടം നേടിയെടുക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ട്, ഏറ്റവും നല്ല സമീപനം കൊണ്ട് ശത്രുവെ മിത്രമാക്കി മാറ്റിയെടുക്കുന്ന ആ നേട്ടം മഹാഭാഗ്യവാന്മാർക്ക് മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമുക്ക് ആ വഴിക്ക് ചിന്തിക്കാൻ തോന്നാറില്ല. നമ്മുടെ വികാരങ്ങളിലെ തകരാറ്, നമ്മുടെ വിചാരങ്ങളിലെ തകരാറ്, നാം ചെറുപ്പം മുതൽ മനസ്സിലാക്കി പോന്നിട്ടുള്ള ധാരണകൾ, ഇതൊക്കെ കാരണമായിട്ട് ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ട് ശത്രുത ഇല്ലാതാക്കുക എന്ന ആ ക്ഷമാപൂർവമായ ആ ദൗത്യം നിർവഹിക്കുന്നതിന് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വശംവദരായിട്ട് നമ്മൾ പലപ്പോഴും ഈ നല്ല മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. എന്നാൽ അങ്ങനെ തെറ്റിപ്പോകാൻ തോന്നിക്കുന്നത് പിശാചാണെന്ന് ഖുർആൻ പറഞ്ഞു. വൈമ്മാ യൻസഗന്നക, ഇതിൻ്റെ തൊട്ടടുത്ത ആയത്താണ്. വൈമ്മാ യൻസഗന്നക മിന ശൈത്താനി നസ്ഗുൻ, പിശാചിൻ്റെ ഭാഗത്ത് നിന്ന് നിന്നെ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, എപ്പോഴും നന്മ മാത്രം സ്വീകരിക്കുക എന്ന മഹത്തായ നിലപാടിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന ഒരു ചിന്ത വന്നാൽ അള്ളാഹുവോട് അഭയം തേടണം പിശാചിൽ നിന്നാണ്. അപ്പോൾ പിശാചാണ് ഈ സൗഹൃദത്തിനെതിരായ, സഹൃദയത്വത്തിനെതിരായ, പിന്നെ ക്ഷമയുടെ മാർഗത്തിനെതിരായ, വിട്ടുവീഴ്ചയുടെ മാർഗത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത് പിശാചാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് താലിബാൻ്റെ നിലപാട്, ബോക്കോ ഹറാമിൻ്റെ നിലപാട്, അൽ ഖായിദയുടെ നിലപാട്, ISIS എന്ന് പറയുന്നതിൻ്റെ നിലപാട്. ഈ നിലപാടൊക്കെ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന നിലപാടാണോ? ക്ഷമാശീലരായ നല്ല വിശ്വാസികളുടെ നിലപാടാണോ? അള്ളാഹു മഹാഭാഗ്യവന്മാർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ദൂ ഹള്ളിൻ അളീം എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ നിലപാടാണോ? അതല്ല വൈമാ യൻസഗന്നക മിന ശൈത്താനി നസ്ഗുൻ എന്ന് പറഞ്ഞ പൈശാചികമായ പ്രലോഭനങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക്, ദുർബോധനങ്ങൾക്ക് വശംവദരായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വേറെ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ആളുകളുടെ നിലപാടാണോ എന്ന് നാം ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഈ സൗഹൃദത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന സമയത്ത് നാം നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണ് ആദ്യം തിരുത്തേണ്ടത്. സംഘപരിവാറിൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാകാം, അതുപോലെ പാശ്ചാത്യ ശക്തികളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാകാം. അത് നമുക്ക് തിരുത്താൻ കഴിയില്ല. അത് തിരുത്താനും ഒരുപക്ഷെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഇസ്ലാം പാശ്ചാത്യ ലോകവുമായിട്ട് ഒരു സ്നേഹപൂർണമായ സംവാദത്തിന് തയ്യാറാവുകയാണെങ്കിൽ, ഈ പറയുന്ന തരത്തിലുണ്ടല്ലോ, ഇത് ബില്ലത്തി ഹിയ അഹ്സനു, ഇങ്ങോട്ട് ഏറ്റവും മോശമായ പെരുമാറ്റവും വാക്കും ഒക്കെ ഉണ്ടായാലും ഏറ്റവും നല്ല നിലപാട് മുഖേനയാണ് നീ പ്രതികരിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത് എന്ന് പറയുന്ന ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാശ്ചാത്യ ലോകവുമായി മുസ്ലിം ലോകം ഒരു നല്ല ഡയലോഗിന് തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാശ്ചാത്യർ ഇന്ന് കാണിക്കുന്ന ഈ വിരോധത്തിനൊക്കെ മാറ്റം വന്നുകൂടായികയില്ല. ഞാനത് ഉറപ്പിച്ച് പറയുകയല്ല. അതാണ് നാം പരീക്ഷിക്കേണ്ടത്. ഖുർആനിലെ ആഹ്വാനമനുസരിച്ച് നാം പരീക്ഷിക്കേണ്ടതാണ്. നല്ല സംവാദത്തിലൂടെ ജാദിൽഹും ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസനത്തി, യുക്തിദീക്ഷയോടുകൂടെ സതുപദേശത്തോടുകൂടെ നടത്തുന്ന സംവാദം, ആ സംവാദത്തിൻ്റെ രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കുന്ന ആരൊക്കെയുണ്ടോ അവരുമായിട്ടൊക്കെ ആ തരത്തിലുള്ളൊരു ആശയവിനിമയം, ആ തരത്തിലുള്ള ഒരു സംവാദം എന്ന് പറയുമ്പോൾ ഒരു വളരെ വീറും വാശിയും വിരോധവും ഒക്കെയുള്ള ആ തരത്തിലുള്ള സംവാദമല്ല, സ്നേഹപൂർണമായൊരു സംവാദം. ആ സംവാദത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് തീർത്തും അസാധ്യമാണ് ആരും പറഞ്ഞിട്ടില്ല. ഈ കാലഘട്ടത്തിലല്ല, ഏത് കാലഘട്ടത്തിലും ഫൈദല്ലദീ ബൈനക്കോ ബൈനഹു അദാവത്തും കാന്നഹു വലിയുൻ ഹമീം, നീയുമായി ശത്രുതയിൽ കഴിഞ്ഞിരുന്നവൻ ഏറ്റവും ഉറ്റ മിത്രത്തെപ്പോലായി മാറും എന്ന് ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു പറഞ്ഞതാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ്.
അപ്പം അതുകൊണ്ട് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ഭാഗത്തു നിന്ന് ഇതരരുടെ നേർക്ക് മാനവികമായ മാനുഷികമായ സ്നേഹപൂർണമായ സംവാദവും ആ തരത്തിലുള്ള ഇടപെടലുകളും അത് മുഖേനയാണ് സൗഹൃദത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്ന കാര്യം നടക്കേണ്ടത്. ഞാൻ എൻ്റെ സംസാരം ഏറെ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അത് ഭീകരതയുമായി യോജിക്കുന്ന രൂപത്തിലല്ല, സൗഹൃദവുമായി യോജിക്കുന്ന രൂപത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരുന്നുകളെപ്പറ്റി പറഞ്ഞപ്പോൾ സ്റ്റൊമക്ക് ഫ്രണ്ട്ലി, ലിവർ ഫ്രണ്ട്ലി, കിഡ്നി ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കണം മരുന്ന് എന്ന കൺസെപ്റ്റ്, അങ്ങനെയുള്ളൊരാശയം ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യമുണ്ട്. സത്യസന്ധതയുടെ ജീവശാസ്ത്രം എന്നൊരു കാര്യമുണ്ട്, സൗഹൃദത്തിൻ്റെ ജീവശാസ്ത്രം എന്നൊരു കാര്യമുണ്ട്. ഞാനത് എനിക്ക് വിശദീകരിക്കാൻ ഏറെ സമയമില്ല. നിങ്ങൾ പോളിഗ്രാഫ് എന്നൊരു യന്ത്ര സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഒരാൾ പറയുന്ന വാക്ക് സത്യമാണോ അസത്യമാണോ എന്ന് കണ്ടുപിടിക്കുന്ന യന്ത്രം. ഗൈബറിയാൻ യന്ത്രത്തിന് കഴിവുണ്ടായിട്ടല്ല അത് കണ്ടുപിടിക്കുന്നത്. ഒരാളുടെ മനസ്സിലുള്ളത് അയാൾ പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലുള്ളത് അറിയണം. പക്ഷേ എന്നാൽ ഇപ്പോൾ ലൈ ഡിറ്റക്ടർ എന്നോ പോളിഗ്രാഫ് എന്നോ ഒക്കെ പറയുന്ന യന്ത്ര സംവിധാനത്തിലൂടെ ഒരാളുടെ വാക്ക് സത്യമാണോ അസത്യമാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മുടെ തലച്ചോറിലെ കോശങ്ങളും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരത്തിലെ മറ്റൊരുപാട് സംവിധാനങ്ങളും അതൊക്കെ നേരെ ചൊവ്വേ പ്രവർത്തിക്കും, പറയുന്നത് സത്യമാണെങ്കിൽ. പറയുന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൽ ചില്ലറ താളപ്പിഴകളുണ്ടാകും. കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിലും ഹൃദയത്തിൻ്റെ പമ്പിങ്ങിലും അതുപോലെ ശരീരത്തിലെ ഒരുപാട് വ്യവസ്ഥകളിൽ താളപ്പിഴയുണ്ടാകും കള്ളം പറയുമ്പോൾ. സത്യം പറയുമ്പോൾ ഇതൊക്കെ നേർക്ക് നേരെ എല്ലാം ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മവും സ്ഥൂലവുമായ ജൈവ പ്രവർത്തനങ്ങളൊക്കെയും വളരെ ഭംഗിയായി നടക്കും സത്യം പറയുമ്പോൾ. എന്നാൽ അതുപോലെ തന്നെയാണ് ഒരാളോട് ആവശ്യമില്ലാത്ത വൈരാഗ്യവും വിരോധവും ശത്രുതയും വെച്ച് പുലർത്തുമ്പോൾ, ഊണിലും ഉറക്കത്തിലും ശത്രുതാപരമായ ചിന്തയാണ് ഒരാളുടെ മനസ്സിലുള്ളത് എന്നുണ്ടെങ്കിൽ അയാളുടെ കേന്ദ്ര നാഡീവ്യൂഹം നേരെ ചൊവ്വേ പ്രവർത്തിക്കുകയില്ല, അയാളുടെ ഹൃദയം നേരെ ചൊവ്വേ പ്രവർത്തിക്കുകയില്ല, അയാളുടെ ശരീരത്തിലെ സൂക്ഷ്മ വ്യവസ്ഥകൾ നേരെ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ സത്യസന്ധത കണ്ടെത്താനുള്ള യന്ത്രമുള്ളതുപോലെ ഒരാളുടെ സദ്വിചാരവും ദുർവിചാരവും അയാളുടെ വൈരാഗ്യവും വിദ്വേഷവും അയാളുടെ സൗഹൃദവും ഉദാരതയും ഒക്കെ തിരിച്ചറിയാനും യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ പടച്ചതമ്പുരാൻ സംവിധാനിച്ചിട്ടുള്ളത് സൗഹൃദവുമായി യോജിച്ചു പോകാവുന്ന രൂപത്തിലാണ്, സത്യസന്ധതയുമായി പൊരുത്തപ്പെട്ടു പോകാവുന്ന രൂപത്തിലാണ്. ഈയിടെയുണ്ടായ ചെന്നൈയിലെ പ്രളയത്തെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ധാരാളമായി വായിച്ചിട്ടുണ്ടായിരിക്കും. ആ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയുള്ള മില്യൺ കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആ വെള്ളപ്പൊക്കത്തിൽ ആകെ നടുങ്ങിപ്പോയ, ഭയപ്പെട്ടു പോയ, അന്തം വിട്ട് നിസ്സഹായരായി നിന്നുപോയ ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പൂർണ്ണ സംതൃപ്തി അനുഭവിച്ചവർ ആര് മാത്രമാണെന്നറിയോ? അവനവൻ്റെ താല്പര്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരാണ്. പ്രളയത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിനിടയിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരാണ് പൂർണ്ണമായ സംതൃപ്തി അനുഭവിച്ചവർ. അൻസാറിനെ പറ്റി ഖുർആനിൽ പറയുന്നതാണ്. അൻസാറിനെ പറ്റിയുള്ള ആയത്തെ നേരത്തെ ഇവിടെ ഓതി, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അൻസാറിനെ പറ്റി ഖുർആനിൽ പറയുന്ന മറ്റൊരു വാക്ക് വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസത്തുൻ. അവർക്ക് സ്വന്തം ദാരിദ്ര്യവും കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവർ അവരുടെ പ്രശ്നത്തേക്കാൾ, അവരുടെ ആവശ്യത്തേക്കാൾ അവിടെ അഭയാർത്ഥികളായി എത്തിയ മുഹാജിറുകളുടെ ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. സ്വന്തം താല്പര്യത്തേക്കാൾ
മറ്റുള്ളവരുടെ താല്പര്യത്തിന് മുൻഗണന നൽകുന്ന ആ അവസ്ഥ, അത് മനുഷ്യത്വം എന്നും വിലമതിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ കോഴിക്കോട്ടെ നൗഷാദിൻ്റെ കഥയും ഇന്നലെ വയനാട്ടിൽ തത്തുല്യമായൊരു സംഭവം വയനാട്ടിലുണ്ടായിരുന്നു, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ജീവൻ പണയപ്പെടുത്തിപ്പോലും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, ആ തരത്തിലുള്ള സേവനം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവരായിരുന്നു അൻസാറുകൾ എന്നാണ്. യൂസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസത്തുൻ, ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച ആളുകളാണ് ചെന്നൈയിലെ പ്രളയവേളയിൽ യഥാർത്ഥത്തിൽ മാനസികമായ സംതൃപ്തി അനുഭവിച്ച ആളുകൾ. അപ്പോൾ ഇവിടെ നാം ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഈ അൻസാർ എന്നുള്ള വാക്ക് ഞാൻ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യരുടെ മാർഗത്തിലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൗഹൃദം എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് എല്ലാ വിധത്തിലും ഗുണകരമായിരിക്കുക. പ്രബോധകന്മാർ എന്ന നിലക്ക് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, മറ്റെല്ലാ മനുഷ്യരും നമ്മുടെ പ്രബോധിതരാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കപ്പെടേണ്ടവരാണ്. അവരുമായി നാം ശത്രുത പുലർത്തിയാൽ ആ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, അടിച്ചേൽപ്പിക്കാനേ പാടില്ല എന്നാണ്. അപ്പോൾ അന്ത തുക്രിഹുന്നാസ, ജനങ്ങളെ നീ നിർബന്ധിക്കുകയോ സത്യം സ്വീകരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധം പ്രയോഗിക്കാതെ ശത്രുത പുലർത്താതെ തികഞ്ഞ സൗഹൃദത്തോടു കൂടിയാണ് പ്രബോധകർ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കേണ്ടത്. അതുകൊണ്ട് പ്രബോധകർ എന്ന നിലക്ക് നമ്മുടെ ദൗത്യം നിർവഹിക്കുന്നതിന് സൗഹൃദം നിലനിർത്തുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലുമൊക്കെ നമുക്ക് ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നത് സൗഹൃദം എന്ന വളരെ വിശാലമായ ആശയമാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിനെതിരായിട്ടുള്ള പ്രചാരണം, സൗഹൃദത്തിന് വേണ്ടി വാദിക്കുന്നത്, സമാധാനത്തിന് വേണ്ടി വാദിക്കുന്നത് ഒക്കെ കാപട്യമാണെന്നോ അതൊക്കെ എന്തോ ജാടയാണ് എന്നൊക്കെ പറയുന്ന ആ മനോഭാവത്തിന് പകരം അള്ളാഹുവിന് വേണ്ടി, നമ്മുടെ ഇഹത്തിലെയും പരത്തിലെയും മോക്ഷത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം സൗഹൃദത്തിൻ്റെയും ഉദാരതയുടെയും നിലപാട് സ്വീകരിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തികഞ്ഞ സൗഹൃദപൂർണമായ നിലപാട് പുലർത്താനും അത് മുഖേന നമ്മെ എതിർക്കുന്നവർക്കും നമ്മെ തെറ്റിദ്ധരിച്ചവർക്കുമൊക്കെ നമ്മുടെ ആശയത്തിലേക്ക് വരുന്നതിനുള്ള ഒരു ചായ്വ് ഉണ്ടാക്കി തീർക്കാനുമൊക്കെ നമുക്ക് സാധിക്കണം. അത് വലിയ നേട്ടമായിരിക്കും. ഹല്ലുൻ അലീം, മഹാഭാഗ്യം എന്ന് ഖുർആനിൽ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമ്മെ നയിക്കുന്നതായിരിക്കും. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും. നമ്മോട് സംസാരിച്ച ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.